സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. രാവിലെ തന്നെ ഞാനൊരു തിയേറ്റർ കണ്ട് കയറി വന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ കിളി പോയി. കാരണം ഇവിടെ ഒരു സ്ക്രീനിൻ്റെ പകരം ഒരു പ്രൊജക്ടറാണ്. എൻ്റെ പൊന്നോ ഗൈസ്, ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടായിട്ടും ഇവിടെ ഒരു പ്രൊജക്ടറാണ് ഗൈസ്. ഈ ഒരു തിയേറ്ററിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പുറത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട്. അകത്തെ പണി എന്തായാലും ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. പുറത്ത് അവരെന്തോ പെയിൻ്റ് അടിയും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് ഉദ്ഘാടനത്തിന് വരണം. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ മറക്കാതെ ഇടുന്നതായിരിക്കും. സോ ഇന്ന് ന്യൂസ് എടുത്തു നോക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സത്യം അറിഞ്ഞത്. അതായത് നമ്മുടെ ഈ സിറ്റിയിലേക്ക് വീണ്ടും അവഞ്ചേഴ്സ് ടീം എത്തിയിട്ടുണ്ട്. സോ അവരിനി ഒരു മാസം ഇവിടെ ഉണ്ടാവുമെന്നൊക്കെയാണ് ഈ ന്യൂസിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എന്താവുമെന്ന് അറിയില്ല. അവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല. അവഞ്ചേഴ്സ് ബിൽഡിങ് കഴിഞ്ഞ എവിടെയായിരുന്നത്, അമേരിക്കയിൽ അങ്ങനെ ഏതൊരു സ്ഥലത്ത്. സോ ഗൈസ്, ഈ ഒരു മിഷീൻ്റെ നമ്മളെ കഴിഞ്ഞൊരു ഐസ്ക്രീം വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം അല്ല, നമ്മുടെ സ്നോമാന് വരുന്നൊരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മെഷീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ മറക്കാതെ കാണണം. സോ ഗൈസ്, ഞാൻ ആ മെഷീൻ നേരെ തിരിച്ചു വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്കൂടെ പോയപ്പോൾ ഞാനൊരു ഉറുമ്പിൻ്റെ വലുപ്പമായിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ചെറിയ വലുപ്പം കൊണ്ട് എന്ത് ഉപകാരമാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഈ സിറ്റി മൊത്തം ഒന്ന് അരിച്ച് പെറുക്കാണ്ട്. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് ടീം എല്ലാവരും അവരുടെ ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്കൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം. അവർ കുറച്ച് ഹിഡൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വലിപ്പം കൊണ്ട് നമുക്ക് അത് കുറച്ച് യൂസ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടുള്ളത്. നമുക്ക് എങ്ങാനും തോറിൻ്റെ ഹാമർ ഒന്ന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും പഴയ പോലെ തന്നെ വരേണ്ടി വരും. ഗൈസ്, നമുക്ക് അങ്ങനെ ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മിഷനിൽ വലുതാവാനോ ചെറുതാവാനോ കഴിയുള്ളൂ. അതായത് നോർമൽ ഒരു വലിപ്പം ആവില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും ഗൈസ്, നമുക്ക് എന്തായാലും മരുന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഇതിനെ പറ്റി എന്തെങ്കിലും ടാബ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഈ സിറ്റിയിൽ ഇങ്ങനെ നടക്കേണ്ടി വരും. അതായത് ഇനി എനിക്കൊരു വീട് ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും. ഗൈസ്, അങ്ങനെ എങ്ങനെയൊക്കെയോ ചെറുതായി നമ്മൾ ഈ ഒരു പ്ലെയിനിൽ കയറിയിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ തോറിൻ്റെ ഹാമർ എവിടെയാണെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ നോക്കിയപ്പോൾ ആ കാണുന്ന റാമ്പിൻ്റെ മുകളിലാണ് നമ്മുടെ തോറിൻ്റെ ഹാമർ കണ്ടത്. നമുക്ക് എന്തായാലും ഒന്നുകൂടി നമ്മളെ പ്ലെയിനിൽ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകണം. നമ്മളെ വഴി തെറ്റിയതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടി അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് ആ തോറിൻ്റെ ഹാമർ എടുക്കാണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ ഹാമർ ഇരിക്കുന്നത്. ഓക്കെ. ഗൈസ്, ആദ്യമായിട്ടാണ് എൻ്റെ പ്ലെയിന് വായുവിൽ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത്. അയ്യോ, കറക്റ്റ് അതിന് കൊള്ളല്ലോ. അയ്യോ ഗൈസ്, തീർന്ന് ഇല്ല. അങ്ങനെയൊന്നും ഞാൻ തീർത്തില്ല ഗൈസ്. ഒന്നുകൂടി നമ്മളെ ലാസ്റ്റ് ട്രൈ എന്ന രീതിയിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കാം. ഞാൻ ആ തലയ്ക്ക് പോയിട്ട് ഒന്നുകൂടി തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ലാൻഡ് ആവുമെന്ന് തോന്നുന്നു. എൻ്റെ മോനെ കറക്റ്റ് മുകളിലാണെന്ന് തോന്നുന്നു ഗൈസ്. അയ്യോ, കറക്റ്റ് മുകളിൽ രക്ഷപ്പെട്ട്. എൻ്റെ അളിയാ ഗൈസ്, ഒരു നിമിഷത്തേക്ക് എന്നെ കാളിപ്പോയി. സോ കുഴപ്പമില്ല, നമ്മളെ പ്ലെയിൻ ഇവിടെ താണ്ടെ താഴെ പോയി. ഇവിടെ ഹാമറൊന്നും ഇല്ല കേട്ടോ. അയ്യോ അതെവിടെ പോയി? ഞാൻ നേരത്തെ കണ്ടതാണ്. അതെവിടെ തോന്നണേ? എൻ്റെ മോനെ ഗൈസ്, ഇത് പൊക്കം കഴിയാൻ നോക്കണം. എൻ്റെ അളിയ പൊങ്ങുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയില്ല ഗൈസ്. നമ്മളിതിപ്പോൾ വിരകിയിട്ട് കാര്യമില്ല. എന്തായാലും ഇത് തോറിൻ്റെ തന്നെയുള്ളൂ കഴിയുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് തോറിൻ്റെ സ്യൂട്ടോ അല്ലെങ്കിൽ സ്യൂട്ട് എന്തായാലും നമുക്ക് നടക്കില്ല. നമ്മൾ അയൺമാൻ്റെ സ്യൂട്ടോ അല്ലെങ്കിൽ സ്പൈഡർമാൻ്റെ സ്യൂട്ടോ ആയിട്ട് വന്നിട്ട് എടുക്കേണ്ടി വരും. എനിക്കിത് കഴിയില്ല. അത് ഒരിക്കലും എനിക്ക് പൊക്കാൻ കഴിയുന്നില്ല. സോ ഗൈസ്, നമ്മളെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന നേരത്തെ ഒരു കിടുക്കാഴ്ചയായിട്ട് ഞാൻ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമ്മൾ അവഞ്ചേഴ്സിന് താമസിക്കാനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ മറക്കാതെ വരുന്നതായിരിക്കും. പാർട്ട് 2 ആണ്. ഇത് പാർട്ട് 1 ആണ്. നിങ്ങൾ മറക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ അതിനായിരിക്കും നമ്മളെ അവഞ്ചേഴ്സിൻ്റെ വീടിനെ കുറിച്ചിട്ടും അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പാർട്ട് 2ലാണ്. അപ്പോൾ നിങ്ങളത് മറക്കാതെ നാളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സോ ഗൈസ്, ഇത് നമ്മുടെ പാർട്ട് 2ൻ്റെ ട്രയൽ ഭാഗമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ലിക്വിഡ് കുടിച്ച് വെനമായിട്ടുണ്ട്. സോ അടുത്തത് നമ്മൾ തോറാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ കൈ നീട്ടി നമ്മളങ്ങനെ തോറിൻ്റെ ഹാമർ എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ തോറായിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് നമ്മളൊരു സ്പൈഡർമാൻ ആവാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ സ്പൈഡർമാനായിട്ടുണ്ട്. സോ ഫൈനലായിട്ട് നമ്മളങ്ങനെ അയൺമാനും കൂടി ആവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അയൺമാന്. സോ ഇതൊക്കെയാണ് നമ്മൾ ഹൾക്കായിട്ടുണ്ട്. സോ ഇനി കാണാൻ പോകുന്നതിൻ്റെ പേരെന്താണ്
താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെ പേരറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് 2-ൽ നമ്മൾ അവഞ്ചേഴ്സിൻ്റെ വീട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ള ഫുള്ള് വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണുക. ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് വന്ന കമൻറ്റ് ഞാൻ നാളെ വീഡിയോയിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.